നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ CPM-ഉം ഇടതുമുന്നണിയും തന്ത്രങ്ങൾ മെനയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്ത്രങ്ങൾ മെനയുന്നത്. കോൺഗ്രസിനെയും BJP-യെയും രാഷ്ട്രീയമായി തുറന്നുകാട്ടി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കണമെന്ന് പിണറായി വിജയൻ നിർദ്ദേശം നൽകി. സ്വരാജ് നിയമസഭയിലെത്തിയാൽ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. CPM-ന്റെ ശ്രദ്ധേയമായ മുഖമായതിനാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനാലും സ്വരാജിനെ മന്ത്രിയാക്കാൻ പിണറായി വിജയനും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും താൽപ്പര്യമുണ്ട്. നിലമ്പൂരിനെ ഒരു മന്ത്രിസ്ഥാനം എന്ന രീതിയിൽ CPM അനുഭാവികൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള CPM തീരുമാനത്തിന് പിന്നിൽ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്നെയാണ്. UDF-നെതിരെയും നിലമ്പൂരിലെ ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെതിരെയുമായിരിക്കണം ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടമെന്ന് CPM സംസ്ഥാന നേതൃത്വവും ഐക്യകണ്ഠേന തീരുമാനിച്ചു. 2016-21 വർഷങ്ങളിലെ പോലെ CPM സ്വതന്ത്രനായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുകയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം CPM എടുത്തിരുന്നു. UDF അനുകൂല മണ്ഡലത്തിൽ ചെറിയ മാർജിനിൽ തോറ്റാൽ പോലും അത് രാഷ്ട്രീയ വിജയമായിരിക്കുമെന്ന് CPM വിലയിരുത്തി. അത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും അതിന് ഏറ്റവും യോഗ്യൻ സ്വരാജ് ആണെന്നും പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് സ്വരാജ് എന്ന ഒറ്റപ്പേരിലേക്ക് ചർച്ചകൾ ചുരുങ്ങിയത്. നിലമ്പൂർ സ്വദേശിയാണ് സ്വരാജ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന നേതാവ്. മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സ്വരാജിന് സാധിക്കും. ജയിച്ചാൽ സ്വരാജിന് മന്ത്രിസ്ഥാനം നൽകും. നിലമ്പൂർ CPM-ന് ബാലികേറ മലയല്ലെന്നും ജയത്തിന് വേണ്ടി പരമാവധി പോരാട്ടം നടത്തണമെന്നും പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു.